അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായിരിക്കുന്നത്. പൊന്നീസ് മുട്ടായൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇക്കതാ ഫൈമൂൻ്റെ കണ്ണട പൊട്ടിന്ന് പറഞ്ഞ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോകുന്നു എന്നല്ലേ അത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. വേറെ എവിടേക്കല്ല, നമുക്ക് കുറേ ആയിട്ടുള്ളൊരു നേർച്ചയാണ് ഏർവാടിയൊക്കെ പോകണമെന്ന്. ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ബ്രദറ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെയും കൂടെ കൂട്ടി വേറെയും കുറച്ച് പേരുണ്ട് അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെയും കൂടെ കൂട്ടി കുറേ ആയിട്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോവാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ട്രെയിനിൽ പോകണമെന്നാണ് വിചാരിച്ചു. കാരണം നമ്മൾ വണ്ടി പിടിച്ച് ഒന്നും നടക്കില്ലല്ലോ. ട്രെയിനിൽ പോകാമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ച്. പിന്നെ ബ്രദർ പറഞ്ഞു വേണ്ട, വണ്ടിയിൽ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അതാ എല്ലാം ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ട്രാവലറിലെ പോകണം. അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ പോണത്. ഇവിടുന്ന് ഇപ്പോൾ എല്ലാം റെഡിയാക്കി ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അവൻ 2 ദിവസമായി വിരുന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഈ അപ്പോൾ വെറുതെ വരുന്നില്ലേ, അത് ഓരോ സംസാര ശീലങ്ങളാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ ഓരോന്ന് വരുന്നത് ഒന്നും വിചാരിക്കരുത്. ഇതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ലഗേജൊക്കെ ഇതാ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെയും വന്നു. അപ്പോൾ എന്താ ചെയ്യുക, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇതാ ഇറങ്ങിയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ എൻ്റെയും കുട്ടികളുടെയും മാത്രമേ ബാഗിൽ കൊണ്ടുള്ളൂ. ഇക്കാടെ ഡ്രസ്സുകൾ കൊണ്ടില്ല. പിന്നെ ലഗേജ് ബാഗിൻ്റെ തൊക്ക് പോയിരിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ച ആ ബാഗ് തൊക്കിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. തൊക്ക് മീൻസ് വള്ളി കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പോവാൻ നേരത്തെ ഡ്രസ്സാക്കാന്ന് പറഞ്ഞ് ബാഗ് അടിയിൽ നിന്ന് എടുക്കുന്നു. എന്തായി, അതിൽ 2 തൊക്കും ഇല്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുൻ്റെ സ്കൂൾ ബാഗ് എടുത്തു കേട്ടോ, അതിലാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കുട്ടികളുടെയും എൻ്റെയും വെക്കുമ്പോഴേക്കും അതിൽ സ്ഥലം അങ്ങോട്ട് കുറഞ്ഞു. എന്താണ് പിന്നെ ഇക്കാടെ നമ്മൾ ഒരു സെഞ്ചിയിലാക്കി. എന്നിട്ട് പരാതി പറഞ്ഞു കേട്ടോ, നിങ്ങൾ തള്ളി മക്കളുടെ ബാഗിലാക്കി എന്നെ മാത്രം സെഞ്ചിയിലാക്കി ഇതൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക. പിന്നെ തൊട്ട വീട്ടിലൊക്കെ നമ്മൾ ചോദിച്ചു നോക്കി, ബാഗില്ല. പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവരും എല്ലാവരും എടുക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ ഇക്ക കണ്ട വണ്ടിയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണം, ഇക്കൊക്കെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല, നടക്കൂല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദാദാടെ മോന് അവൻ 2-3 ദിവസമായിട്ട് നമ്മുടെ കൂടെ എന്നിട്ട് എൻ്റെ വിരുന്ന് വന്നിരിക്കുന്നത് എൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ലഗേജൊക്കെ ആദ്യം ലഗേജ് കയറ്റുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞു ഇക്കാലത്ത് വേഗം പോയി ഞാൻ സ്ഥലം പിടിക്കട്ടെ, എനിക്ക് പറ്റിയ സീറ്റ് പിടിക്കട്ടെ. ഞാൻ പറഞ്ഞു ഇക്കാരുടെ കൂടെ എനിക്കിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും വിൻഡോ സീറ്റ് വേണം. എനിക്ക് സെറ്റ് ആവില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ തലവേദന ഒക്കെ വരും യാത്ര ചെയ്യുമ്പോൾ. ഛർദി അങ്ങനെയൊന്നും പ്രശ്നമില്ല, തലവേദന വരാറുണ്ട്. പിന്നെ ഇതാ നമ്മുടെ താത്താടെ മോൻ്റെ കയ്യിൽ ആരാണ്, ഞങ്ങളുടെ കുട്ടാപ്പി. അയ്യോ, ആദ്യമായിട്ടായിരിക്കും ഒരെണ്ണാൻ ഇങ്ങനെ ടൂറ് പോകുന്നത് ട്രാവലറിൽ. അങ്ങനെ നമ്മളിതാ അവനെയും കൊണ്ടാണ് ഏർവാടി പള്ളിയിലോട്ട് പോകുന്നത്. ഇക്കാരോട് ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ വാപ്പ വരുന്നില്ല, ഇപ്പോൾ വാപ്പാക്ക് ശ്വാസം മുട്ടൽ വയ്യായി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാപ്പ വരുന്നില്ല, അവിടെ വെക്കാൻ പറഞ്ഞു. പക്ഷേ ഇക്ക കേട്ടില്ല. അവനില്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞിക്ക. എന്നാൽ ശരി അവനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹാൻ്റെ അടുത്ത് തന്നെ ആദ്യം എത്തി. അവിടെ നിന്ന് സിയാർത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികൾ ഒരേ ഡാൻസിലാട്ടോ. പൊന്നിസോട്ടോ, പൊന്നിസിന് പാട്ട് വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ. ഉള്ള ഒരേ DJ പാട്ടൊക്കെ വെക്കാൻ പറയണം. എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ പള്ളിയിലോട്ടാണ് പോകണം, നീ എന്താ ഈ പറയണമെന്ന്. എന്നിട്ട് അവരതിന് കുറച്ച് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവരിതാ ഒരേ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കുട്ടികൾ ഒരേ കളിയിലാണ്. അതുകൊണ്ടോ എൻ്റെ ആങ്ങളുടെ മോന് കുഞ്ഞൻ, അവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഉണ്ടാവുമല്ലോ. അവൻ ഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് അവൻ ഒരു അനക്കത്തിനും ഇല്ലാതെ മാറി അങ്ങോട്ട് ഇരിക്കണേ. ഇതാ എൻ്റെ ഫാമിലി മൊത്തമായിട്ടില്ല കേട്ടോ. എൻ്റെ 2 താത്തമാരില്ല, ഒരു താത്തയേ ഉള്ളൂ. അങ്ങനെ ഫാമിലി മൊത്തമായിട്ടില്ല, എന്നാലും ഏറെക്കുറെ എല്ലാവരും ഉണ്ട്. വാപ്പ ഇല്ല കേട്ടോ. വാപ്പക്ക് വയ്യ, വാപ്പക്ക് ശ്വാസം മുട്ടലായപ്പോൾ വാപ്പ അവിടെ ഇരുന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു വാപ്പ അവിടെ ഇരുന്ന്. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ പാലക്കാട് മഞ്ഞക്കുളം പള്ളിയിലാണ് കേട്ടോ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെയും സിയാർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ അണ്ണാനെ നമ്മൾ അവനെ സെറ്റാക്കി തൂക്കി എങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ താത്തയുടെ കുട്ടി ചെയ്തതാണ് കേട്ടോ. പക്ഷെ അവന് സെറ്റാവുന്നില്ല കാറ്റ്. പിന്നെ നമ്മൾ അങ്ങനെ ഇതാ വണ്ടിത്താവളത്ത് 40 അടി അവലിയ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ടെന്ന് കേട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ഇതാ അവിടേക്ക് സിയാർത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്താ വീണ്ടും കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് പൊള്ളാച്ചി അമ്പ്രാമ്പാളയം പള്ളിയിലാണ് കേട്ടോ. അവിടെ എൻ്റെ മാമനുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വീട് എത്തിയിട്ടില്ല കേട്ടോ, പള്ളിയിലാണ്. നമ്മളിവിടെ ഇന്ന് നേർച്ചയാണ് കേട്ടോ. അമ്പ്രാമ്പാളയം പള്ളിയിൽ ഇന്ന് നേർച്ചയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവിടെ നല്ല തിരക്ക്
തിരക്ക് കാര്യങ്ങളാവും. അപ്പോൾ നമ്മൾ പള്ളിയിൽ ഇറങ്ങിയ ശേഷം അവരുടെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ആദ്യം എന്താ നമ്മൾ പള്ളിയിൽ ഇറങ്ങി. ഇതാണ് കേട്ടോ ഞാനും ഇക്കയും നല്ലപോലെ ഇരിക്കുമ്പോഴേക്കും ഞങ്ങൾ ബൈക്കിലാണെങ്കിൽ ഇടയിൽ വരുന്നതാണ് കേട്ടോ ഇവിടേക്ക്. ഒരുപാട് കാര്യങ്ങൾ ഈ മഹാൻ്റെ അടുത്ത് പറയാനും എന്താ പറയുക, ഞങ്ങൾ ഇടയിൽ വരുന്നതാണ്. ഇക്കാക്ക് വയ്യാക കഴിഞ്ഞ ശേഷം എൻ്റെ ബ്രദർ കാറിൽ ഒരിക്കൽ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമതാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വരുന്നത്. അതിനുശേഷം അവിടെ പുഴയുണ്ട് കേട്ടോ, പള്ളിക്ക് ചേരയായിട്ട് പുഴയുണ്ട്. കുട്ടികളെ കൊണ്ട് ഇമ്മയൊക്കെ കാണാണ്ട് ഞങ്ങൾ പുഴയിലോട്ട് അങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടോ കളിക്കണ ഒരേ വെള്ളം കണ്ടപ്പോൾ അവർക്ക് നല്ല ഹാപ്പി ആയി. വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഫഹിമോനും ആങ്ങളുടെ കുട്ടിയൊക്കെ ചെറുതായി വഴുക്കി, അവിടെ അത്ര ആഴമില്ല, പാറയാണ്, അവിടെ ഒന്ന് വഴുക്കി ഒന്ന് വീഴൊക്കെ ചെയ്തു. ഇനി നമ്മൾ നേരെ എൻ്റെ മാമാൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാ കണ്ടോ പള്ളിയിൽ നല്ല തിരക്കുന്നുണ്ട്. ഇന്ന് നേർച്ചയും കാര്യങ്ങളായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാ ഇക്കയും കുട്ടി പട്ടാളം എല്ലാവരും പാടെ നിന്നിട്ടാണ് ഇന്നിവിടെ പള്ളിയിൽ ചന്ദനക്കുടം നേർച്ചയൊക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അത് കാണാനൊന്നും നമ്മൾ നിൽക്കും തോന്നിയില്ല, കാരണം നമുക്ക് ഏർവാടി എത്തണ്ടേ. വേഗം മാമാൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം 4 മണിയോടെ പോയി. ഇക്കതാ വെറൈറ്റി പണ്ടത്തെ കാലത്ത് മുട്ടായിയൊക്കെ അവിടെ കണ്ടു എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ അപ്പുറത്തെ സ്റ്റോപ്പായാണ് കേട്ടോ മാമാൻ്റെ വീട്. അവിടെ എത്തി. അതാ ഇക്കാടെ കൈയും പിടിച്ച് പോണത് മാമാൻ്റെ മോനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഇവിടെയാണ് കേട്ടോ, എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെന്തായാലും നേർച്ചയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്രാവശ്യം കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കൻ ബിരിയാണി, കായ്ച്ചാറ്, തൈര് എല്ലാം ഇക്ക കണ്ട തട്ടി വിടുന്ന കുട്ടീസിൻ്റെ കൂടെ എപ്പോഴൊക്കെ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഇക്ക കുട്ടികളുടെ കൂടെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് പോണേ, ഒന്ന് വീഡിയോസിന് ലൈക്ക് കൊടുക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇനിയുള്ള വിശേഷങ്ങളുമായി നാളെ വരും കേട്ടോ. ടാറ്റ ബൈ.